ഇന്നത്തെ ജിയോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സിൽ ഒമാനിൽ വെച്ച് നടന്ന ചർച്ച ഇറാനും അമേരിക്കയും തമ്മിൽ അത് ശരിക്കും മാധ്യമങ്ങളിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് ചർച്ച ഭയങ്കര പോസിറ്റീവായിരുന്നു, ഭയങ്കര പ്രൊഡക്റ്റീവായിരുന്നു. ഇറാനും അമേരിക്കയും തമ്മിൽ എല്ലാം ധാരണയായി എന്നുള്ള തരത്തിലാണ് വാർത്തകളൊക്കെ വരുന്നത്. പക്ഷേ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെയല്ല മനസ്സിലാക്കാൻ പറ്റുന്നത്. മിനിഞ്ഞാന്ന് തന്നെ ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, C-17 കാർഗോ ഷട്ടിൽ എയർക്രാഫ്റ്റ് 12 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു മിഡിൽ ഈസ്റ്റിൽ. അത് കുത്തനെ കൂടിയിരിക്കുകയാണ്. അതിൻ്റെ എണ്ണങ്ങളൊക്കെ നമുക്ക് പരിശോധിക്കാം. അപ്പം പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അത്ര സുഖകരമല്ലായിരുന്നു ഈ ചർച്ച എന്നാണ് പൊതുവിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു രാജ്യം തൃപ്തികരമാണ്, അത് ഇറാനാണ്. അതിലേക്ക് നമുക്ക് വരാം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഇസ്ലാമാബാദിൽ ഒരു പൊട്ടിത്തെറി, ഒരു ഷിയ പള്ളിയിൽ പൊട്ടിത്തെറി ഉണ്ടായി. 70-ലധികം ആൾക്കാർ കൊല്ലപ്പെട്ടു, 169-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്ക്. അതിന് പാകിസ്ഥാൻ ഉടനെ തന്നെ ഇന്ത്യയെ ബ്ലെയിം ചെയ്തു. ഇന്ത്യ അതിനെ അപ്പം തന്നെ സ്റ്റേറ്റ്മെന്റിനെ റിജക്ട് ചെയ്തുകൊണ്ട് അപ്പം തന്നെ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇത് സ്ഥിരമായിട്ട് പാകിസ്ഥാന്റെ ഉള്ളിൽ നടക്കുന്ന ഷിയ സുന്നി സെക്റ്റുകൾക്കിടയിൽ നടക്കുന്ന ഈ പൊട്ടിത്തെറി, ഇത് ഇപ്പോഴല്ല തുടങ്ങിയത്, പണ്ട് തൊട്ടേ ഇതവിടെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ റഷ്യക്കുള്ളിൽ ലഫ്റ്റനന്റ് കേണൽ, ഡിഫൻസിന്റെ ചീഫായിട്ടുള്ള ഒരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നടത്തിയ ആക്രമണത്തിൽ പുള്ളിക്കാരൻ ഇപ്പോൾ ഹോസ്പിറ്റലൈസ്ഡ് ആണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ്സ്, ഇങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ തന്നെ ഇറാൻ അമേരിക്ക വിഷയത്തിൽ നിന്ന് തുടങ്ങാം. എന്തുകൊണ്ടാണ് ഇറാൻ അമേരിക്ക ചർച്ചയിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് പറഞ്ഞാൽ, ഇന്നലെ ചർച്ച തുടങ്ങുന്നതിന് മുമ്പേ അമേരിക്കയിലെ ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കരോലിന ലെവിറ്റ് അവർ പറയുന്നത്, ഞങ്ങളുടെ ഉദ്ദേശം 0% യുറേനിയം എൻറിച്ച്മെന്റ് ആണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് ഇറാനെ ഒരു ന്യൂക്ലിയർ രഹിത രാജ്യമായിട്ട് മാറ്റുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആ ഒരു പ്രിൻസിപ്പിൾ. അതോടൊപ്പം അവർ പറഞ്ഞത് വേൾഡിൽ തന്നെ നമ്പർ 1 ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു മിലിറ്ററിയാണ് അമേരിക്കൻ മിലിറ്ററി. അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളൊരു കോൾ ഫോർ ചെയ്ത സ്ഥിതിക്ക് നിങ്ങൾ വന്ന് മാന്യമായിട്ട് ചർച്ചയിൽ പങ്കെടുത്ത് ഡീലിൽ ഒപ്പിട്ട് പോകുന്നതാണ് നല്ലത് എന്നുള്ളൊരു വാണിംഗ്, ഒരു മുന്നറിയിപ്പാണ് അമേരിക്കയിൽ വൈറ്റ് ഹൗസിന്റെ സൈഡിൽ നിന്നും ട്രംപിന്റെ സ്പോക്സ് പേഴ്സൺ ആയിട്ടുള്ള കരോലിന ലെവിറ്റ് പറഞ്ഞു വെച്ചത്. ഇത് ചർച്ച തുടങ്ങുന്നതിന് മുമ്പുള്ള വിഷയമാണ്, വെള്ളിയാഴ്ച രാവിലെ. ഇനിയിപ്പോൾ ചർച്ചയ്ക്ക് അവിടെ എത്തിയെന്ന് പറഞ്ഞാൽ ഇറാന്റെ സൈഡിൽ നിന്ന് അബ്ബാസ് അറക്ചി, അതേപോലെ തന്നെ അവരുടെ 2 അഡീഷണൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ് എല്ലാം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അമേരിക്കയുടെ സൈഡിൽ നിന്ന് സെൻകോമിന്റെ പ്രതിനിധി, അതുപോലെ തന്നെ സ്റ്റീവ് വിറ്റ്കോഫ്, ജെറാദ് കുഷ്ണർ, ഇവർ 3 പേരും. അപ്പോൾ ഇങ്ങനത്തെ 2 ടീമുകളാണ് അവിടെ ചർച്ചയ്ക്ക് പോയത്. അവിടെ ശരിക്കും ഒമാന്റെ പ്രതിനിധികൾ ഒരു റൂമിൽ കൃത്യമായിട്ട് ഇരിക്കുകയാണ്. ഇവർക്ക് 2 പേർക്കും 2 റൂമുകൾ സെപ്പറേറ്റ് ആയിട്ട് ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ശരിക്കും ആദ്യം ഇറാന്റെ സൈഡിൽ നിന്നുള്ള പ്രതിനിധികൾ വരുന്നു. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ അബ്ബാസ് അറക്ചി ആദ്യം റൂമിലേക്ക് പോകുന്നു. ഒമാൻ പ്രതിനിധികളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നു, എന്താണോ കാര്യങ്ങൾ ഇവർക്ക് വേണ്ടത് ഇതെല്ലാം തന്നെ അവർ പറയുന്നു. ഒരു മണിക്കൂർ അവർ തമ്മിൽ ചർച്ച നടക്കുന്നു, അവർ പുറത്തേക്ക് പോകുന്നു. അതുപോലെ തന്നെ അടുത്ത് ഒരു 1 അവർ ടൈം സെറ്റ് ചെയ്ത് സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ള അമേരിക്കൻ പ്രതിനിധികളെ വിളിക്കുകയാണ്. അവർ വീണ്ടും റൂമിന്റെ ഉള്ളിലേക്ക് പോകുന്നു, ഒമാനുമായിട്ട് ചർച്ച നടത്തുന്നു. ഇറാൻ പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, അതിലേക്ക് ഇവർക്ക് പറയേണ്ട കൗണ്ടർ എന്താണ്, ഇതെല്ലാം തന്നെ 2 പേരും കൂടെ സംസാരിച്ചിട്ട് അവരൊരു 40 മിനിറ്റ് 50 മിനിറ്റോളം ഒരു മണിക്കൂറോളം സംസാരിച്ചിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും ഇറാന്റെ പ്രതിനിധികളെ വിളിക്കുന്നു. അവർ അതിന്റെ ഫർദർ ഡിസ്കഷൻസും അതിന്റെ കൗണ്ടർ പോയിന്റ്സ് ഒക്കെ അവർ അങ്ങോട്ട് കൊടുക്കുന്നു. അങ്ങനെ ഒരു മണിക്കൂർ ചർച്ച കഴിഞ്ഞ് അവർ വീണ്ടും പുറത്തേക്ക് ഇറങ്ങുന്നു. വീണ്ടും അമേരിക്കൻ പ്രതിനിധികൾ അകത്തോട്ട് പോകുന്നു. ഇതാണ് മാറി മാറി നടന്നത്. ഏതാണ്ട് 8 മണിക്കൂർ നടന്നു ഈ ചർച്ച. എങ്ങനെയാണ് നെഗോസിയേഷൻ നടന്നത്? ഇതിൽ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, അമേരിക്കക്ക് പറയേണ്ടതൊന്നും തന്നെ പറഞ്ഞിട്ട്, അമേരിക്ക പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ഈ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പ്രോജക്റ്റ് ഒഴിവാക്കണം. ഇതിനു മുമ്പ് നിങ്ങൾ എൻറിച്ച്മെന്റ് ചെയ്ത് വെച്ചിരുന്ന 400 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം, അതായത് IAEA കണ്ടെത്തിയ ആ 400 കിലോഗ്രാം എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾക്ക് വേണം. ഇത് അമേരിക്ക ചോദിച്ചിട്ടുണ്ട്. ഇതിനും വ്യക്തമായ മറുപടി ഇറാന്റെ പക്കൽ നിന്ന് വന്നിട്ടില്ല. പക്ഷേ ഇറാന് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, അമേരിക്ക ഒരു പോയിന്റ് പറഞ്ഞിരുന്നത്, ഇത്തവണത്തെ പ്രതിഷേധം, ഈ ലാസ്റ്റ് നടന്ന പ്രതിഷേധമുണ്ടല്ലോ, പ്രൊട്ടസ്റ്റ്, അതിൽ പിടിക്കപ്പെട്ട ആൾക്കാരെയൊക്കെ റിലീസ് ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഇറാന്റെ സൈഡിൽ നിന്ന് പറഞ്ഞത്, അവരെ ഞങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അവരാണ് പ്രതിഷേധത്തിന് പ്രധാനപ്പെട്ട കാരണം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പിടിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെ തിരിച്ച് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും വീണ്ടും അവിടെ പ്രതിഷേധം ആളിക്കത്തും. അപ്പോൾ അതിനുള്ള ഉത്തരവാദിത്തമാരാണ് ഏറ്റെടുക്കുക? ഇപ്പം നിലവിൽ ഇറാന്റെ ഉള്ളിൽ ആ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊന്നും തന്നെ ഇല്ല. അപ്പോൾ അവിടെ പ്രതിഷേധം ഉണ്ടാകും. അപ്പോൾ ഈ പ്രതിഷേധം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? കാരണം എക്കണോമിക് ക്രൈസിസ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സ്കോട്ട് ബെസന്റ് എന്താണ് പറഞ്ഞിരുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി വ്യക്തമാക്കിയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ ഇട്ടിരുന്ന വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്കോട്ട് ബെസന്റ് പറഞ്ഞത്, ഇറാന്റെ ഉള്ളിലേക്ക് പ്രതിഷേധം രൂപപ്പെടാൻ കാരണമായത് അമേരിക്കൻ ഡോളറിന്റെ അവൈലബിലിറ്റി ഞങ്ങൾ കുറച്ചതുകൊണ്ടാണ്. അങ്ങനെ ഡോളറിനെ ഒരു വെപ്പണാക്കിക്കൊണ്ടാണ് ഇറാന്റെ ഉള്ളിലേക്ക് ഒരു അൺസർട്ടനിറ്റി അഥവാ ഒരു അനിശ്ചിതത്വം ഞങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് പ്രൊട്ടസ്റ്റ് തുടങ്ങിയത് എന്നുള്ളതാണ് പറഞ്ഞത്. നിങ്ങൾ പറയുന്നതെല്ലാം തന്നെ ഞങ്ങൾ അംഗീകരിക്കാം, പക്ഷേ ഞങ്ങൾക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, ഒറ്റ റിക്വസ്റ്റ്, സിമ്പിൾ റിക്വസ്റ്റ്. ഞങ്ങളുടെ മേലുള്ള സാങ്ഷൻസ് എല്ലാം എടുത്ത് മാറ്റുക. ഈ സാങ്ഷൻസ് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇറാന് എക്കണോമിക്കലി ഒരു നേരിയ തോതിൽ ഒരു മുന്നേറ്റത്തിലേക്ക് വരാൻ കഴിയും.
ഇപ്പം നിലവിൽ അവിടുത്തെ ബിസിനസ്സുകളൊന്നും തന്നെ നടത്താൻ പറ്റുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കറൻസി മൂല്യം ഇടിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ കയ്യിൽ ഡോളറുള്ള ആൾക്കാർ കൊണ്ട് കൊടുത്തിട്ട് ഈ റിയാലൊക്കെ ചാക്കണക്കിൽ വാങ്ങിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ അതുകൊണ്ട് ബാങ്ക് പ്രവർത്തിക്കാൻ പറ്റുന്നില്ല, ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രവർത്തിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ കമോഡിറ്റി നടക്കുന്നില്ല, പല സ്ഥാപനങ്ങളും അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ഇറാൻ ഈ പോയിന്റ് മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് അമേരിക്ക ഒരു തരത്തിലുള്ള റെസ്പോൺസും കൊടുത്തിട്ടില്ല. 8 മണിക്കൂർ ചർച്ച അവസാനിപ്പിച്ച് അബ്ബാസ് അരക്ചി പുറത്തിറങ്ങിയപ്പോഴത്തേക്കും അബ്ബാസ് അരക്ചി പറഞ്ഞത്, ഞങ്ങൾ വളരെ സാറ്റിസ്ഫൈഡ് ആണ്, ഞങ്ങൾ 1 വീക്കിലേക്ക് ടൈം ചോദിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഇറ്റ്സ് എ ഗുഡ് സ്റ്റാർട്ട് എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. അതാണ് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം തന്നെ വലിയ വാർത്തയായിട്ട് തലക്കെട്ടായിട്ട് പ്രചരിപ്പിക്കപ്പെടുന്നത്, ഗുഡ് സ്റ്റാർട്ട്. പക്ഷേ അമേരിക്കയുടെ സൈഡിൽ നിന്ന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. അമേരിക്ക ഇപ്പോഴും സൈലന്റ് ആണ്. ഈ ടോക്ക് ഓക്കെ ആണോ ഇല്ലെങ്കിൽ ഈ ടോക്ക് ഓക്കെ അല്ലയോ, എത്ര ദിവസത്തേക്ക് അമേരിക്ക വെയിറ്റ് ചെയ്യും, 7 ദിവസം വെയിറ്റ് ചെയ്യുമോ, 3 ദിവസം വെയിറ്റ് ചെയ്യുമോ, ഇല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ, ഇതിനെക്കുറിച്ചൊന്നും അമേരിക്ക ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല. അപ്പം ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഇനി ഞങ്ങൾ ഈ ഡിസ്കസ് ചെയ്ത പോയിന്റുകളെല്ലാം തന്നെ ഞങ്ങൾ അവരുടെ പൊളിറ്റിക്കൽ വിങ്, ഇറാന്റെ ഉള്ളിലുള്ള പൊളിറ്റിക്കൽ വിങ്, അവരുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ അവർ സംസാരിച്ച് തീരുമാനങ്ങൾ എടുക്കും എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വീക്ക് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡേറ്റും ടൈമും ഫിക്സ് ചെയ്തിട്ടില്ല. ഇത് ഇറാന്റെ സൈഡിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതാണ് ഇന്ന് വാർത്താ മാധ്യമങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കപ്പെടുന്നത്. പക്ഷേ അമേരിക്ക സൈലന്റ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അമേരിക്ക 7 ദിവസം വരെ സഹിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം അവരുടെ നീക്കങ്ങൾ, അവരുടെ മിലിറ്ററി നീക്കങ്ങൾ, അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിൽ അവരുടെ റെഡിനെസ്, ഇതെല്ലാം നോക്കിക്കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു കാലത്തും ഇല്ലാത്ത തരത്തിൽ അമേരിക്ക പ്രിപ്പയർഡ് ആയിട്ട് റെഡിയാകുകയാണ്. അങ്ങനെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. മേ ബി വിത്തിൻ 12 അവേഴ്സ് അല്ലെങ്കിൽ 48 അവേഴ്സ് അല്ലെങ്കിൽ ഒരു 72 അവേഴ്സിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും നിർണായക തീരുമാനങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്, ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട്. ഇനി അഥവാ 1 വീക്ക് വെയിറ്റ് ചെയ്താൽ തന്നെയും അമേരിക്കയുടെ പ്ലാനിങ് എന്നുള്ളത് കൃത്യമായിട്ട് അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി, അറ്റാക്ക് നടത്തുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് അമേരിക്ക മുന്നോട്ട് പോകുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം ഇപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഏത് നിമിഷവും ആക്രമണം നടത്തിയേക്കാം എന്നുള്ള നിലയിൽ ആ ഒരു പോയിന്റ് സെറ്റ് ചെയ്തുകൊണ്ടാണ് അമേരിക്ക ചർച്ചയ്ക്ക് വന്നത്. പക്ഷേ ഇപ്പം ഇറാൻ ആണെങ്കിൽ തന്ത്രപരമായിട്ട് സംസാരിച്ച് അതിന് 7 ദിവസത്തേക്ക് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നതായിട്ടുള്ള ഒരു പിക്ചറാണ് ഇപ്പം നിലനിൽക്കുന്നത്. പക്ഷേ ഇത് അമേരിക്ക ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇതിന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതേപോലെ ജർമ്മനിയുടെ ചാൻസലർ മെർസ് ഫ്രെഡറിക്കുമാണ് ചർച്ച പോസിറ്റീവായിട്ട് വരണം എന്നുള്ള നിലയിലുള്ള താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്ക ഹാർഡ്ലി ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ ഇതിന് റെസ്പോൺസ് കൊടുക്കും. അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതൊരു പക്ഷേ യുദ്ധം തുടങ്ങിക്കൊണ്ടും ആവാം, അല്ലാന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളാവാം. ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇറാൻ എന്താണ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ, ഇറാന്റെ ഉള്ളിൽ ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷണം നടത്തിയതായിട്ട് വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അതിന് ആ മിസൈൽ പരീക്ഷിക്കുന്ന രംഗങ്ങളും അതിനോടുള്ള അതിന്റെ പോർഷൻസ് എല്ലാം കൂടി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് മെർജ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ അവർ പുറത്തിറക്കിയിട്ടുണ്ട്, ഹൈപ്പർസോണിക് മിസൈൽ. അപ്പം അതായത് ഇറാൻ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ചർച്ചയ്ക്കൊക്കെ വന്നു, കാര്യങ്ങളൊക്കെ ശരി തന്നെയാണ്, പക്ഷേ ഞങ്ങൾ ഇപ്പോഴും റെഡി ഫോർ വാർ, ആ റെഡിനെസ് ഞങ്ങളടുത്തും ഉണ്ട്, ഞങ്ങളും തയ്യാറാണെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇറാൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പരീക്ഷണങ്ങളോട് പരീക്ഷണം, മിസൈൽ പരീക്ഷണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ സ്റ്റേറ്റ് ടെലിവിഷനിൽ ഫാർസി ചാനൽ പോലത്തെ ചാനലുകളിലൊക്കെ അത് ലൈവായിട്ട് ടെലികാസ്റ്റും കൂടി ചെയ്യുകയാണ്. ഇതാണ് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇറാൻ ഈ ന്യൂക്ലിയർ സ്ഥാപനങ്ങളൊക്കെ കൈമാറുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ഒരു വിഷയമാണ്. കാരണം ഇവർ 2-3 കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും തന്നെ ഇവർ ഹാൻഡ് ഓവർ ചെയ്യുന്ന രീതിയിലല്ല ഇവരുടെ പ്രവർത്തനം. അതായത് ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റീസ് എന്ന് വിളിക്കപ്പെടുന്ന ഇവരുടെ കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ. അതായത് 2025 ജൂൺ മാസം ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലും അതിനെ തുടർന്ന് ലാസ്റ്റ് ഡേ അമേരിക്ക ചെന്ന് നടത്തിയ ആക്രമണത്തിനെ തുടർന്നും ഇവർക്ക് നഷ്ടപ്പെട്ട കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ സ്ഥലങ്ങളെല്ലാം ഇന്ന് എന്താണ് അതിൻ്റെ സ്ഥിതിഗതികളെന്ന് നോക്കിക്കഴിഞ്ഞാൽ, ജൂൺ 4-ാം തീയതി ഇസ്രായേൽ ആക്രമണം തുടങ്ങിയ ഫോർഡോ എന്ന് പറഞ്ഞ ആ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് സെന്റർ, അത് ഇസ്രായേൽ ഒരു പരിധി വരെ അടിച്ച് നശിപ്പിച്ച് കളഞ്ഞാണ്. ആ സെന്റർ കഴിഞ്ഞ, അതായത് നവംബർ 11-ാം തീയതി തന്നെ അതിന്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഇപ്പോഴത്തെ ഏരിയൽ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. അത് മേളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള ഡാമേജും അതിന് ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റിയാണ് ഇറാന്റെ ഫോർഡോ എന്ന് പറഞ്ഞ ആ ഒരു ന്യൂക്ലിയർ ഫെസിലിറ്റി. ആ കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അവരുടെ സ്പേസ് സെന്റർ, ഇറാന്റെ സ്പേസ് റിസർച്ച് സെന്റർ ഇസ്രായേൽ ആക്രമിച്ചിട്ടുണ്ടായിരുന്നു. അതും ഫുള്ളി കൺസ്ട്രക്റ്റഡ് ആണ്. ഈ ജനുവരി 16-ാം തീയതി 2026 ജനുവരി 16-ാം തീയതി അതിന്റെ കൺസ്ട്രക്ഷൻ ഫുള്ളായിട്ട് പൂർത്തീകരിച്ച് റിപ്പയർ വർക്ക് എല്ലാം കഴിഞ്ഞ് അത് റെഡി കണ്ടീഷനിലിരിക്കുകയാണ്. അതുപോലെ ഇനിയൊരു ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് ഫെസിലിറ്റി നറ്റാൻസ്, ആ നറ്റാൻസ് ഡിസംബർ 24-ാം തീയതി കൺസ്ട്രക്ഷൻ പൂർത്തിയായി. ഇഷ്ഫഹാനിലുള്ള ന്യൂക്ലിയർ ഫെസിലിറ്റിയും ഇതേപോലെ തച്ച് തകർത്തതാണ്. അതും തന്നെ ഡിസംബർ 31-ന് 2025 തന്നെ ആ കൺസ്ട്രക്ഷനും പൂർത്തിയായി. അപ്പം അതായത് അമേരിക്കയും ഇസ്രായേലും കൂടി ചേർന്ന് ഏതെല്ലാം ഫെസിലിറ്റീസ് ആണ് ഇവർ അടിച്ച് നശിപ്പിച്ചത് അതെല്ലാം തന്നെ റെഡി കണ്ടീഷനിൽ റീകൺസ്ട്രക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് ഇറാൻ.
അത്ര ക്വിക്കായിട്ട്. ഇനി ട്രംപിന്റെ ഈ ബങ്കർ ബസ്റ്ററൊക്കെ എവിടെ പോയി പതിച്ചെന്നുള്ളത് നമുക്ക് ആർക്കും തന്നെ അറിയാത്ത വിഷയങ്ങളായിട്ട് ഇപ്പോഴും നിഗൂഢമായിട്ട് തുടരുകയാണ് ആ കഥകളൊക്കെ. ട്രംപ് ആണെങ്കിൽ ഹാർഡ് ഹിറ്റ്, ഞങ്ങൾ ഇറാന്റെ മേളിൽ മിഡ് നൈറ്റിൽ ഓവർനൈറ്റിൽ ചെന്നിട്ട് B2 ബോംബറുമായിട്ട് ചെന്ന് ഹാർഡ് ഹിറ്റാണ് ചെയ്തതെന്നുള്ളത് ഇപ്പോഴും പറഞ്ഞുകൊണ്ടൊക്കെയാണ്. ഈ ഹാർഡ് ഹിറ്റ് ചെയ്ത സ്ഥലങ്ങളുടെ പേരുകളും അതിന്റെ സാറ്റലൈറ്റ് ഇമേജുമാണ് ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പം ഈ സ്ഥലങ്ങൾ ഇനിയും നിങ്ങൾ അടിച്ചാൽ ഇനിയും ഞങ്ങൾ ഇത് പുതുക്കി പണിയും, ഞങ്ങൾക്ക് അതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. വിളിച്ച് പറയാതെ പറയുകയാണ് ഇറാൻ. ഈ സ്ഥാപനങ്ങളൊക്കെ ഇവർ അമേരിക്കയ്ക്ക് കൈമാറുമെന്ന് തോന്നുന്നുണ്ടോ? ഒരിക്കലുമില്ല. അമേരിക്കയ്ക്ക് ആക്രമണത്തിലൂടെ അല്ലാതെ ഇറാനെ കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് ഇന്നലെ നോർത്ത് വെസ്റ്റ് ഇറാനിൽ വലിയൊരു തീപിടുത്തം, ഒരു ഗോഡൌൺ, ആ ഗോഡൌൺ ആണ് കത്തി നശിച്ചത്. ഇതിന്റെ പുറകിൽ മൊസാദിന്റെ പണിയാണ്, ഇതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ മൊസാദിന്റെ പണികളാണ്. വീണ്ടും പ്രതിഷേധം ആളിക്കത്തിക്കാനും ഒരു അൺസർട്ടനിറ്റി ക്രിയേറ്റ് ചെയ്യാനുമുള്ള ഒരു ശ്രമമാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയും ഇറാന്റെ ഉള്ളിൽ പല ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇതേപോലത്തെ പൊട്ടിത്തെറികൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളത് ഇറാന്റെ IRGC തന്നെ ഇത് കരുതിയാണ് ഇരിക്കുന്നത്. പൊട്ടിത്തെറികൾ ഇറാന്റെ ഉള്ളിൽ എപ്പോഴെപ്പോഴും നടക്കുന്ന ഒരു ഫ്രീക്വന്റ് ആയിട്ട് നടക്കുന്ന ഒരു സംഗതിയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ അതിൽ കൂടുതൽ സർപ്രൈസ് ആവേണ്ടതില്ല. ഇനി നമ്മൾ അമേരിക്കയുടെ C-17 എയർക്രാഫ്റ്റ്, കാർഗോ എയർക്രാഫ്റ്റ് മിനിഞ്ഞാന്ന് 12 എണ്ണം മിഡിൽ ഈസ്റ്റിൽ ഷട്ടിൽ നടത്തിയിരുന്നു. ഇന്നലെ, അതായത് വെള്ളിയാഴ്ച ചർച്ച നടക്കുന്ന ആ ദിവസം 102 എയർക്രാഫ്റ്റുകൾ വന്ന് ലാൻഡ് ചെയ്തിട്ടുണ്ട്. 102 എണ്ണം, ചെറുതല്ല. അത്ര ആ രീതിയിലുള്ള വലിയ മാസീവ് ആയിട്ടുള്ള കാർഗോ എയർക്രാഫ്റ്റ് ഷിപ്മെന്റ് ആണ് ഞാൻ പറഞ്ഞ, വലിയ രീതിയിലുള്ള മാസീവ് ആയിട്ടുള്ള കാർഗോ എയർക്രാഫ്റ്റ് ഷിപ്മെന്റ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് C-17 എന്നുള്ളത്. 102 C-17 കാർഗോ എയർക്രാഫ്റ്റ് മിഡിൽ ഈസ്റ്റിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം ചെലവാണ്, അതിന്റെ ഫ്യൂവൽ കോസ്റ്റ്, അത് ക്യാരി ചെയ്ത് വരുന്ന ആയുധങ്ങൾ, ഇതെല്ലാം തന്നെ വെറുതെ കൊണ്ടുവരുന്നല്ലോ. ഇതിന്റെ പുറകിലുള്ള ഉദ്ദേശം എന്താണ്? 102 എണ്ണം, ഒന്നും രണ്ടല്ല. ഇതുകൊണ്ടാണ് എനിക്ക് ഈ വാർത്താ മാധ്യമങ്ങളിൽ വരുന്നത് പോലെ അമേരിക്ക വളരെ സൈലന്റ് ആയിട്ട് ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിനകത്ത് ജോർദാന്റെ ബേസിൽ മാത്രം 58 C-17 ലാൻഡ് ചെയ്തിട്ടുണ്ട് ഇന്നലെ വെള്ളിയാഴ്ച. 13 C-17 എയർക്രാഫ്റ്റ് അൽ ഉദൈദ്, ഖത്തറിന്റെ അൽ ഉദൈദ് എയർബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 12 എണ്ണം പ്രിൻസ് സുൽത്താൻ എയർബേസിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. 9 എണ്ണം നേരെ പോയത് ഡീഗോ ഗാർസിയയിലേക്കാണ്. 7 C-17 കുവൈറ്റിൽ, 3 എണ്ണം ബഹ്റൈൻ്റെ ബേസിൽ, അമേരിക്കയുടെ ബഹ്റൈനിലുള്ള ബേസിൽ. അപ്പോൾ ഇനിയും കൂടുതൽ നമ്പേഴ്സ് ഉണ്ട്. എല്ലാം തന്നെ നമുക്ക് ഇവിടെ ലൈനപ്പ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഈ വെച്ചിരിക്കുന്ന മാപ്പിൽ തന്നെ നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും എവിടെയൊക്കെയാണ് എത്ര C-17 കാർഗോ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്തിരിക്കുന്നുള്ളത് അമേരിക്കയുടേത്. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ചർച്ച അടപടലം പാളിപ്പോവാനും ഇത് ജസ്റ്റ് ഒരു സൂചനയുടെ ചർച്ച മാത്രമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് ജസ്റ്റ് ഒരു വലിയ യുദ്ധത്തിലേക്കുള്ള ഒരു ഡോർ ആണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതായത് ഒമാനിൽ വെച്ച് നടത്തിയ ഇറാൻ അമേരിക്ക ചർച്ച. ഇനി അടുത്ത ആഴ്ചത്തെ ചർച്ച നടക്കുമോ ഇല്ലയോ എന്ന് പോലും നമുക്ക് അറിയില്ല. അത് അങ്ങനെ അറിയണം. അങ്ങനെ അഥവാ നടക്കുമെന്നുണ്ടെങ്കിൽ അമേരിക്കയുടെ സൈഡിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള റെസ്പോൺസ് വരണമായിരുന്നു. 3 ദിവസത്തെ ടൈം ലൈനാണ് അമേരിക്കയുടെ സൈഡിൽ നിന്നും മറ്റുള്ളവർ പ്രതീക്ഷിക്കുന്നത്. മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഒമാനെ അപ്രിഷിയേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതുവരെ അപ്രിസിയേഷന് തക്ക രീതിയിലുള്ള മെസ്സേജസ് ഒന്നും തന്നെ അമേരിക്കയുടെ പക്കൽ നിന്ന് വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് സ്റ്റിൽ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇറാനും അമേരിക്കയും തമ്മിൽ ഒമാനിൽ നടത്തിയ ചർച്ചയുടെ ഫുൾ ബ്ലൂ പ്രിന്റ് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി യുദ്ധം നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ ചേർത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വായിച്ചെടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ഇന്നലെ വെള്ളിയാഴ്ച 5 അഡീഷണൽ C-5M കാറ്റഗറിയിൽപ്പെട്ട ഗാലക്സി എയർക്രാഫ്റ്റ്, അതും കാർഗോ ഷിപ്മെന്റ് എയർക്രാഫ്റ്റ് തന്നെയാണ്, മാസീവ് ആയിട്ടുള്ള എയർക്രാഫ്റ്റ്. അതിൻ്റെ 5 എണ്ണം മിഡിൽ ഈസ്റ്റിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ മാസീവായിട്ട് അമേരിക്ക ആയുധങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് പുറമെ UK നിന്നും 5 കാർഗോ എയർക്രാഫ്റ്റുകളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക വെറുതെ അല്ല ഈ നീക്കങ്ങൾ നടത്തുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്രമാത്രം പണം ചെലവാക്കിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഡിപ്ലോയ്മെന്റിലേക്ക് അമേരിക്ക ഒരിക്കലും മുന്നിട്ടിറങ്ങില്ല. അതും പ്രത്യേകിച്ച് ട്രംപ് ഭരിക്കുന്ന ഈ ഒരു ടൈമിൽ. സോ ഇതിനകത്ത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് അമേരിക്ക ദേ ആർ ഓൾറെഡി പ്രിപ്പയർഡ്. അവർ തയ്യാറായിട്ട് റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത് കളത്തിലേക്ക്. ഈ ചർച്ചകളൊക്കെ വെറും ആലങ്കാരികമായിട്ട് നടത്തുന്ന പ്രഹസനങ്ങൾ മാത്രമാണ്. ഇറാന്റെ വിഷയം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇസ്രായേലിന്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗാസയ്ക്കുള്ളിൽ ഗാസ സിറ്റിയിൽ 2 സ്ഥലങ്ങളിൽ ഇസ്രായേൽ കനത്ത ആക്രമണം, എയർ സ്ട്രൈക്കാണ് നടത്തിയത്. നിരവധി പേര് കൊല്ലപ്പെട്ടിട്ടുണ്ടെന്ന വാർത്ത വരുന്നുണ്ട്. എക്സാക്ട് ഫിഗർ വ്യക്തമല്ല. ഈ റഫ ബോർഡർ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് എങ്ങനെയാണോ ഹിസ്ബുള്ളയെ ഡീൽ ചെയ്യുന്നത് അതേ മാതൃകയിൽ ഹമാസിനെ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഇസ്രായേലിനെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവരെടുക്കുന്ന തീരുമാനത്തിൽ അവർ ഉറച്ച് മുന്നോട്ട് പോവുകയാണ്. ഹമാസ് ആയുധം താഴെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇസ്രായേൽ അവരെ കൊണ്ട് ആയുധം താഴെ വെപ്പിക്കും. ആ രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക്. കാരണം ഇസ്രായേൽ പഴുതടച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് അവിടെ നടത്തുന്നത്. ഗാസ ഫുൾ അണ്ടർ ഇസ്രായേൽ സർവൈലൻസിലാണ്. അവർ കംപ്ലീറ്റ് ഇത് മാപ്പ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് ടൈം ടു ടൈം റഡാറൊക്കെ വെച്ച് പല സ്ഥലങ്ങളിലും സീക്രട്ട് ക്യാമറകളൊക്കെ വെച്ച് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇസ്രായേലിന്റെ കണ്ണിൽ നിന്നും ഗാസയ്ക്കുള്ളിൽ ഹമാസിന് ഒളിച്ചു താമസിക്കാമെന്നുള്ളത്
അത്ര എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല. ഇനി ഏതെങ്കിലും സീക്രട്ട് ടണൽ അവരുടെ പക്കൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇവർ അങ്ങ് ഒളിച്ചിരിക്കാം. എത്ര കാലം ഒളിച്ചിരിക്കാൻ പറ്റുമോ അത്ര കാലം ഒളിച്ചിരിക്കാം. പക്ഷേ ഒരു സുപ്രഭാതത്തിൽ പുറത്തിറങ്ങിയാൽ ഇസ്രായേൽ തട്ടും. അതാണ് നിലവിലെ അവസ്ഥ. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗാസ വളരെ ചെറിയ സ്ഥലമാണ്. അത് കൃത്യമായിട്ട് അവർ മാപ്പ് ചെയ്ത് ലൊക്കേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എവിടെ നിന്ന് പൊങ്ങിയാലും ഹമാസിന് തീർക്കാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം. ഈ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാന്റെ ഉള്ളിൽ നടന്ന പൊട്ടിത്തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമാബാദിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി അവസ്ഥ തന്നെയാണ്. ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിരിക്കുന്നത് TTP തെഹരിക്ക് താലിബാനികൾ, അതും അഫ്ഗാനിസ്ഥാൻ ബാക്കപ്പിലുള്ള തെഹരിക്ക് താലിബാനികൾ എന്നാണ് പറയുന്നത്. ഈ ആക്രമണം നടന്ന ഉടനെ തന്നെ ഉച്ചയ്ക്കുള്ള പ്രയറിലാണ്, പള്ളിയിലാണ് ഈ പൊട്ടിത്തെറി, ഷിയാക്കളുടെ പള്ളിയിലാണ് പൊട്ടിത്തെറിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഷിയ സുന്നി ആ ഒരു കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇതിനെ നോക്കി കണ്ടാൽ മതി. അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോൾ എന്താണ് സംബന്ധിച്ചത്, ഓൾമോസ്റ്റ് 75 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട്. 165-ലധികം ആൾക്കാർക്ക് ഗുരുതരമായ പരിക്ക്. ഇങ്ങനെയാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ നിന്ന് വാർത്ത വരുന്നത്. അതേസമയം ഈ കശ്മീരിന്റെ ഉള്ളിലേക്ക് വന്നിട്ട് ആക്രമണം നടത്തുന്ന ഒരു ടീമുണ്ടല്ലോ, ഈ ലഷ്കർ ഇ തൈബ, യോമാര് ആണ് ഏറ്റവും ആദ്യം ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് എത്തിയത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഈ ലഷ്കർ ആരാണ്? ഇന്ത്യക്കുള്ളിൽ വന്നിട്ട് ബോംബ് വെച്ച് പൊട്ടിക്കുന്നവന്മാരും ഇന്ത്യക്കാരെ വെടിവെച്ച് കൊല്ലാൻ വേണ്ടി നടക്കുന്നവന്മാരും ഇതേ പഹൽഗാമിൽ വരെ ഇവന്മാർ ആൾക്കാരെ വിട്ട് മറ്റുള്ള മതക്കാരെ കൊലപ്പെടുത്തുന്ന രീതിയിൽ പ്രവർത്തിച്ചിട്ട് പോയ ബിരുദന്മാരാണ് ഈ ലഷ്കർ ഇ തൈബ, ഈ ഭീകരവാദികൾ. അപ്പോൾ ഈ ഭീകരന്മാരാണ് ഏറ്റവും ആദ്യം അവിടെ ഭയങ്കര ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. അവരാണ് ഈ ആൾക്കാരെ എടുക്കുന്നതും ആശുപത്രി കൊണ്ടുപോകുന്നതും. ഈ ദുരന്തം നേരിട്ട് കണ്ടുള്ള ആ ഒരു ഭീതിയിൽ അവിടെ എമർജൻസി സിറ്റുവേഷനിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതായത് ഇപ്പോൾ അവർക്ക് മനസ്സിലാവണം, ഒരു ഭീകരാക്രമണം നടത്തിയാൽ എന്തായിരിക്കും ഭവിഷ്യത്ത് എന്നുള്ളത് തിരിച്ചറിയാനുള്ള സമയം കൂടിയാണ്. എനിക്ക് തോന്നുന്നില്ല യുവമാർക്ക് തിരിച്ചറിവുണ്ടാവുന്നുള്ളത്. പക്ഷേ നമ്മളൊരു കാഴ്ചപ്പാടിൽ യുവമാരുടെ ആ ഒരു മാനസികാവസ്ഥ വെച്ചിട്ട്, ഇവരുടെ ഒരു മുൻകാല ചരിത്രം വെച്ചിട്ട് ഈ സീൻ കണ്ടപ്പോഴത്തേക്കും എൻ്റെ മനസ്സിൽ തോന്നിയ വിഷയമാണിത്. കാരണം എത്രമാത്രം ആക്രമണങ്ങളാണ് ഇവർ ആ കാശ്മീർ ബോർഡറിന് ഇപ്പുറത്ത് ഇന്ത്യക്കുള്ളിൽ ഇവർ നടപ്പിലാക്കുന്നത്. ഇപ്പോഴും ഇന്ത്യയുടെ CRPF-ഉം ആർമിയും JNK ഏരിയയിൽ ജയ്ഷെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഇവരുടെ സഖ്യകക്ഷിക്ക് വേണ്ടിയിട്ടുള്ള ആ തീവ്രവാദ ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ള തെരച്ചിലാണ്. ആ സാഹചര്യത്തിലാണ് പാകിസ്ഥാന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു പൊട്ടിത്തെറി സംഭവിച്ചിരിക്കുന്നത്. കശ്മീർ സോളിഡാരിറ്റി, കശ്മീരിന് ഫ്രീഡം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അസീം മുനീർ JNK പാക് ഒക്കുപ്പൈഡ് കശ്മീരിൽ വന്നിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രസംഗമൊക്കെ നടത്തിയിട്ടുണ്ട്. അതായത് വൈകാതെ തന്നെ കശ്മീരിലേക്ക് ഒരു ഫ്രീഡം വരും എന്നുള്ള നിലയിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയിരിക്കുകയാണ്. ആ പ്രസംഗമൊക്കെ കഴിഞ്ഞ് പോയ 5 മിനിറ്റ് കഴിഞ്ഞാണ് അവിടെ പൊട്ടിത്തെറി ഉണ്ടായത്. ഇന്ത്യക്ക് മേളിൽ ഈ പൊട്ടിത്തെറിയെക്കുറിച്ചുള്ള ആരോപണം ചാർത്താൻ വേണ്ടിയിട്ട് ശ്രമം നടന്നിട്ടുണ്ടായിരുന്നു. ഇന്ത്യ ശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിച്ചു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഖ്വാജ ആസിഫ്, പാകിസ്ഥാന്റെ ഡിഫൻസ് മിനിസ്റ്റർ, പറഞ്ഞിരിക്കുന്നത് ഇത് തെഹരിക്ക് താലിബാനികളുടെ വേലയാണെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അടുത്ത നമ്മൾ റഷ്യ ഉക്രൈൻ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമാധാന ചർച്ചകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 4-5 ദിവസമായിട്ട് UAE-യിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് റഷ്യ ഉക്രൈൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിലേക്കാണ് ഈ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ചർച്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ സെർഗെയ് ലാവ്റോവ് ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്, UAE-യിൽ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്റർ ലഫ്റ്റനന്റ് കേണൽ വ്ളാഡിമിർ അലക്സ്ക്യൂ, ഈ പുള്ളിക്കാരൻ വീട്ടിൽ നിന്ന് ഇറങ്ങി ജസ്റ്റ് 2-3 സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് പോയിരിക്കുന്നു. ഇയാളുടെ പുറകിൽ വന്ന ഒരാൾ ഇയാളുടെ മുതുകിനിട്ട് തന്നെ 3 തവണ വെടിയുതിർത്തു. ഇതിനെ തുടർന്ന് പുള്ളിക്കാരൻ അൺസ്റ്റേബിളായി. അപ്പം തന്നെ എമർജൻസി സിറ്റുവേഷനാണ്. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്ത് ഇപ്പം ചികിത്സയിലാണ്, ICU-ലാണ്, എമർജൻസി യൂണിറ്റിൽ ഇരിക്കുകയാണ്. ഇതാണ് ഇപ്പോൾ സംഗതി. ഒരു പക്ഷേ അതായത് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് മൊത്തത്തിൽ വാർത്തകൾ വരുന്നത്. ഈ സാഹചര്യത്തിൽ റഷ്യ പറഞ്ഞിരിക്കുന്നത് ശക്തമായി തിരിച്ചടിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് സമാധാന ചർച്ചകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ യുദ്ധം നിർത്തുന്നതിന് പകരം ഇങ്ങനെ വ്യക്തിപരമായി ആൾക്കാരെ ടാർഗറ്റ് ചെയ്ത് ഇമാതിരിയുള്ള അസാസിനേഷൻസ് നടത്താൻ വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന സെലൻസ്കിക്കെതിരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്തുമെന്നാണ് റഷ്യ പറഞ്ഞിരിക്കുന്നത്. അതായത് ഈ റഷ്യ ഉക്രൈൻ വിഷയത്തിലേക്ക് ഇപ്പം നിലവിൽ ഒരു സമാധാനവും നോക്കേണ്ടതില്ല. ശരിക്കും പറഞ്ഞാൽ ഉക്രൈൻ്റെ ഉള്ളിലേക്ക് തുടരെ ആക്രമണങ്ങൾ ശക്തിപ്പെടുത്താനും കൂടുതൽ സ്ഥലങ്ങൾ പിടിച്ചെടുക്കാനുമാണ് റഷ്യയുടെ പദ്ധതി എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിന് വഴിയൊരുക്കുന്നത് ഉക്രൈനിലെ സെലൻസ്കിയാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. രഹസ്യ ആക്രമണ പദ്ധതികൾ, അതിലൂടെ റഷ്യക്കുള്ളിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥരെ ടാർഗറ്റ് ചെയ്യുന്ന രീതി, അത് ശരിക്കും റഷ്യയെ കൂടുതൽ ഡിസപ്പോയിന്റഡ് ആക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വിഷയം നെഗറ്റീവായിട്ട് തന്നെ റഷ്യ ഉക്രൈൻ പീസ് ടോക്കിനെ ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ എന്തായാലും വളരെ നിർണായകമായിട്ടുള്ള കുറേ വിഷയങ്ങളാണ് നമ്മൾ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.